everyone, welcome back to EduValley 2.0. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ +2ലെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ +2ലെ ഇനി നമുക്ക് വരാൻ പോകുന്ന ഹാഫ് ഇയർലി എക്സാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റുകളാണ് കേട്ടോ. കൊമേഴ്സ് കുട്ടികളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ആണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഫോർനൂൺ സെക്ഷൻ ആയിട്ടാണ് എക്സാം വരുന്നത്. അതായത് ആഫ്റ്റർനൂൺ അല്ല, നമുക്ക് രാവിലെയാണ് എക്സാം വരുന്നത്. കംപ്ലീറ്റ് എക്സാമുകളും രാവിലെയാണ് വരുന്നത്. നമ്മൾ കരുതിയിരുന്നത് പോലെ 9-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊമേഴ്സ് കുട്ടികൾക്ക് 10-ാം തീയതി മുതൽ എക്സാം ഉള്ളൂ. സയൻസ് ബാച്ചുകാർക്കൊക്കെ 9-ാം തീയതി തുടങ്ങുന്നുണ്ട്. അപ്പോൾ 10-ാം തീയതി നമുക്ക് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇത് മൂന്നും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല. പല സ്കൂളുകളിലും ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റേ ഉണ്ടാവുള്ളൂ. മിസ് വെറുതെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ, കാരണം അത് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ കൊമേഴ്സ് ബാച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ആണ് വരുന്നത്. പിന്നീട് 11-ാം തീയതി മാത്സ് ആണ്. 12-ാം തീയതി ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എക്സാം കോർ സബ്ജക്റ്റുകൾ തന്നെയാണ്. ആദ്യം നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ് വരുന്നത്. തൊട്ട് പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടൻസി വരുന്നുണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ദെൻ 17-ാം തീയതി ഇംഗ്ലീഷ്, 18-ാം തീയതി ലാംഗ്വേജ്, ലാസ്റ്റ് ഇക്കണോമിക്സ്. അങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിളിൻ്റെ ഒരു രീതി. ഇതിൽ നോക്കി നമുക്ക് 13-ാം തീയതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 14-15 2 ദിവസം ഇവിടെ ഗ്യാപ്പ് ഉള്ളത് നമുക്ക് ലാംഗ്വേജും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എക്കണോമിക്സ് ആണ്. നമ്മുടെ പ്രോബ്ലംസുകളെല്ലാം ഫസ്റ്റിൽ, അക്കൗണ്ടൻസി ആയാലും മാത്സ് ആയാലും സ്റ്റാറ്റ് ഒക്കെ ഫസ്റ്റിൽ കഴിയാണ്. ഇടയിൽ നമുക്ക് തീരെ ടൈമൊന്നുമില്ല. ഒറ്റ ആഴ്ചയുടെ നമ്മുടെ എക്സാം അങ്ങോട്ട് കഴിയലും. 19-ാം തീയതി എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളെല്ലാം 20th ചിലപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരാഴ്ചയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. എത്രയും വേഗം പഠിച്ചു തുടങ്ങുന്ന സമയമായിരിക്കുന്നു. നമ്മളിനി ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. കാരണം നമുക്ക് അത്യാവശ്യം പോർഷൻസ് ഉണ്ടായിരിക്കും. ഹാഫ് ഇയർലി എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് 80-ലും 60-ലും ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒരാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡിസംബർ 1-ാം തീയതി മുതലുള്ള ജസ്റ്റ് 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെയിലി എല്ലാ ഇമ്പോർട്ടൻസും മാത്രം ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടതായിരിക്കും ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം നമ്മളിനി എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടായിരിക്കും. ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വീഡിയോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള പോർഷൻസ് ആദ്യം പഠിക്കാനായിട്ട് നോക്കുക. ഇപ്പം ബിസിനസ് ആയാലും അക്കൗണ്ടൻസി ആയാലും എല്ലാം അടുപ്പിച്ചാണ് നമുക്ക് ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടൈം ടേബിൾ എല്ലാവരും ഇപ്പം തന്നെ ഓർമ്മയിൽ എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓടിപ്പോയിട്ട് ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സമയം കളയാതെ പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.